ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലേസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു സ്ലീവ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഈ ഒരു ടൈപ്പ് ലേസാണ് വേണ്ടത്. രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കുന്നതല്ല, ഒരു സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സൈഡിൽ ഡിസൈൻ ഉള്ളതും വേണം. സ്ലീവ് നമ്മൾ ഇപ്പോൾ ഞാൻ 15 ആണെങ്കിൽ നമുക്ക് ലെങ്ത്ത് വേണ്ടത് 15.5 എടുത്ത് കൊടുക്കണം. പിന്നെ എക്സ്ട്രാ നമ്മളൊരു 2.5 ഇഞ്ച് ഈ ഡിസൈനുള്ളത് നമ്മൾ വിട്ടു കൊടുക്കണം. അപ്പോൾ എത്ര നിങ്ങൾ ലെങ്ത് എടുക്കുന്നോ അതിൽ നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ എക്സ്ട്രാ 2.5 ഇഞ്ചും എടുത്ത് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ഞാനിവിടെ 18 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ 2.5 ഇഞ്ചിൻ്റെ അവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വര കൊടുത്തു. എന്നിട്ട് കറക്റ്റ് ഇതുപോലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഈ ഭാഗത്ത് മിഡിൽ പോയിൻ്റ് ആണ്. അവിടെ നമ്മൾ ബാക്കിലേക്ക് 2 ഇഞ്ചും 2 വശത്തേക്കും 1/2 ഇഞ്ച് വീതവും മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതുപോലൊരു വി ഷേപ്പ് പോലെ കിട്ടും. അത് നമുക്ക് തയ്ച്ചെടുക്കാം. ചെറിയ സ്റ്റിച്ച് കൊടുക്കുക, അതായത് അധികം ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. അടുപ്പിച്ചുള്ള സ്റ്റിച്ച് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ ആ കോർണർ ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ കിട്ടി. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് നല്ല വശമാണ് കേട്ടോ. നല്ല വശത്തേക്ക് വേണം ഈ ഒരു ഡിസൈൻ തിരിഞ്ഞ് വരാനായിട്ട്. അതെപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് കോർണർ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗം നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ശരിയാണെന്നില്ലേ ഫസ്റ്റിലെ തന്നെ ഇത് മടക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലേസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ പാൻറ്റിൻ്റെ കളർ ഏതാണോ പാൻറ്റിൻ്റെയും ദുപ്പട്ടയുടെയൊക്കെ കളർ അനുസരിച്ച് ലേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ഫുള്ള് തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ലീവ് ഡിസൈനാണ്. നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ കൈമുട്ടൊക്കെ മടക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ കറക്റ്റ് ആ ഭാഗത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയൊക്കെ മടക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഇനി നമ്മൾ തുടർന്ന് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.